ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും Nios+2 ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫിസിക്സിലെ 6th മൊഡ്യൂളിലെ 21st ലെസണാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിസ്പേർഷൻ ആൻഡ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ഒരു തിയറി ചാപ്റ്ററാണിത്. നമ്മളിനി ലൈറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ലൈറ്റ്സിൻ്റെ ഡിസ്പേർഷനും സ്കാറ്ററിങ്ങും എങ്ങനെയൊക്കെയാണ് ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നത് അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് പഠിക്കാം? ലൈറ്റിൻ്റെ ഡിസ്പേർഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ? ദ സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു ഇറ്റ്സ് കൺസ്റ്റിറ്റ്യൂവൻറ്റ് കളേഴ്സ് ഓർ വേവ് ലെങ്ത്സ് ബൈ എ മീഡിയം ഈസ് കാൾഡ് ഡിസ്പേർഷൻ. എന്താണ്? ഒരു ലൈറ്റ് അതിൻ്റെ ഒരു കൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള ഒരു കളറിലോ അല്ലെങ്കിൽ ഒരു വേവ് ലെങ്ത്തിലോ ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു ലൈറ്റിൻ്റെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ദ സ്പീഡ് ആൻഡ് വേവ് ലെങ്ത് ഓഫ് വേവ്സ് ചേഞ്ച് വെൻ ദേ ട്രാവൽ ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം. എന്താണ്? ഒരു ലൈറ്റ് വേവിൻ്റെ സ്പീഡോ അല്ലെങ്കിൽ വേവ് ലെങ്ത്തോ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവർ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് വേവുകളുടെ സ്പീഡും വേവ് ലെങ്ത്തും ഡിഫറെൻ്റ് ആവുന്നുണ്ടെന്നാണ് പറയുന്നത്. സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ലൈറ്റ് ഒരു ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്ക് നമ്മൾ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലൈറ്റ് എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴും അതേമാതിരി ആ വാട്ടർ മോളിക്യൂളിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴും ലൈറ്റിന് എന്ത് ചെയ്യും? ഡിസ്പേർഷൻ സംഭവിക്കും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ ലൈറ്റിൻ്റെ എയറിലുള്ള ലൈറ്റിൻ്റെ സ്പീഡും വേവ് ലെങ്ത്തും വാട്ടറിലുള്ള ലൈറ്റിൻ്റെ സ്പീഡും വേവ് ലെങ്ത്തും എന്തായിരിക്കും? രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം ലൈറ്റ് വേവ് ആണ് എടുത്തതെന്നുണ്ടെങ്കിലും എയറിലും വാട്ടറിലും ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്, സ്പീഡും വേവ് ലെങ്ത്തും. അടുത്ത പോയിന്റ്, ദ വേരിയേഷൻ ഓഫ് റിഫ്രാക്ഷൻ ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ വിത്ത് വേവ് ലെങ്ത് ഈസ് നോൺ ആസ് ഡിസ്പേർഷൻ. എന്താണ് ഡിസ്പേർഷൻ? വേരിയേഷൻ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മെറ്റീരിയൽ വിത്ത് വേവ് ലെങ്ത്തിനനുസരിച്ചിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലുണ്ടാകുന്ന വേരിയേഷനെയാണ് നമ്മൾ ഒരു ഡിസ്പേർഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇൻ ഫ്രീ സ്പേസ് ആൻഡ് ഈവൻ ഇൻ എയറിലും ഫ്രീ സ്പേസിലും ദ സ്പീഡ് ഓഫ് ആൾ വേവ്സ് ഓഫ് ദി വിസിബിൾ ലൈറ്റ് ആർ സെയിം. വിസിബിൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ ലൈറ്റ്സിൻ്റെയും വേവ് ലെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ദേ ആർ നോട്ട് സെപ്പറേറ്റഡ്. അവ ഒന്നും എന്ത് ചെയ്യില്ല? സെപ്പറേറ്റ് ആവില്ല. സച്ച് എ മീഡിയം ഈസ് കാൾഡ് എ നോൺ ഡിസ്പേർസീവ് മീഡിയം. അങ്ങനെയുള്ള മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? നോൺ ഡിസ്പേർസീവ് മീഡിയം. ഇവിടെ ഏതാണ് നോൺ ഡിസ്പേർസീവ് മീഡിയം പറയുന്നത്? ഫ്രീ സ്പേസ് ഓർ എയർ. നെക്സ്റ്റ് പോയിൻ്റ് എന്താ? In an optically denser medium, the component wavelengths travel with different speeds and therefore get separated. Such a medium is called dispersive medium. എന്താണ് പറയുന്നത്? ഒപ്റ്റിക്കലി ഡെൻസർ ആയിട്ടുള്ള മീഡിയം, നല്ല കട്ടിയുള്ള ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിൽ എന്തായിരിക്കും? വേവ് ലെങ്ത്തിൻ്റെ കോമ്പണൻസ് എന്ത് ചെയ്യും? ഡിഫറൻറ്റ് സ്പീഡിലാണ് ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ആ ലൈറ്റ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെയുള്ള മീഡിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്പേർസീവ് മീഡിയം എന്ന് പറയുന്നത്. അതായത് വേവ് ലെങ്ത്സ് എന്ന് പറഞ്ഞാൽ കോമ്പണൻ്റ് ഓഫ് വേവ് ലെങ്ത്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് അത് സെപ്പറേറ്റ് ചെയ്യും. നമ്മളൊരു പ്രിസത്തിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ പ്രിസത്തിൻ്റെ ഉള്ളിലൂടെ എന്തായിരിക്കും? നമുക്ക് ഡിഫറെൻറ്റ് വേവ് ലെങ്ത്സിൽ ആകുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അതാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. നമുക്കിത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്പേർഷൻ ത്രൂ എ പ്രിസം. ഒരു പ്രിസത്തിലൂടെയുള്ള ഡിസ്പേർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു സാധാ ഒരു ഗ്ലാസ് സ്ലാബിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഇൻസിഡൻ്റ് ആയിട്ടുള്ളൊരു റേ, ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ് പതിക്കുന്ന ഒരു റേ പോകുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അതൊന്ന് ബെൻഡ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അതെന്താണ്?
ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിന് ഡിസ്പേർഷൻ സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് സ്ലാബിലൂടെ പോകുമ്പോൾ നോക്കുക, അതിൻ്റെ ഡിസ്പേർഷൻ ഇൻസിഡൻ്റ് ആയിട്ട് നേരെ വരുന്ന ഒരു റേ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ബെൻഡ് ചെയ്യുന്നുണ്ട്, അതിനൊരു ഡിസ്പേർഷൻ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് ആ മീഡിയത്തിൽ നിന്നും വീണ്ടും എയറിലേക്ക് പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, സെയിം ലെവലിൽ തന്നെ പോകും. അതുപോലെ തന്നെ ഒരു പ്രിസത്തിലൂടെയാണെന്നുണ്ടെങ്കിലും ഡിസ്പേർഷൻ സംഭവിക്കും. അതൊരു ഡെൻസർ ആയിട്ടുള്ള ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ആയതുകൊണ്ട് തന്നെ അതിൽ സെപ്പറേഷൻ, ലൈറ്റ് വേവ് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ പല ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ മേക്ക് ചെയ്യുന്നുണ്ട്. വിബ്ജിയോർ ആ കളേഴ്സാണ് അത് മേക്ക് ചെയ്യുക. വിബ്ജിയോർ എന്ന് പറയുന്ന ഇത്രയും കളേഴ്സാണ് അതിൽ മേക്ക് ചെയ്യുക. നമ്മൾ അതിൻ്റെ മുന്നിൽ ഒരു സ്ക്രീന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കളേഴ്സ് വിസിബിളായിട്ട് കാണാൻ സാധിക്കും. എന്താണ്, സ്പ്ലിറ്റിംഗ് ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു കോമ്പണൻ്റ് ഓഫ് കളേഴ്സ് ഈസ് നോൺ ആസ് ഡിസ്പേർഷൻ. അപ്പോൾ എന്താണ്, നമ്മളൊരു വൈറ്റ് ലൈറ്റ് ആണ് ഈ പ്രിസത്തിലൂടെ കടത്തി വിട്ടിട്ടുള്ളത്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളൊരു വൈറ്റ് സ്ക്രീൻ വെക്കുകയാണെങ്കിൽ റെഡ്, യെല്ലോ, വയലറ്റ് അങ്ങനെയുള്ള കളേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും, വിസിബിൾ ആവും. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ലൈറ്റിൻ്റെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. The bending of the original beam PQN along MR and MV etc. is known as deviation. Deviation എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഇതാ PQ PN അങ്ങനെ ഡീവിയേഷൻ കണ്ടില്ലേ, ഒരു നേരെ പോകേണ്ട ലൈറ്റിന് ഒരു ഡിസ്പേർഷൻ സംഭവിച്ചിട്ട് ഒരു ഡീവിയേഷൻ വരും. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. The angle between emergent ray and incident ray is known as angle of deviation. അതായത് എമർജൻറ്റ് റേ, അതായത് നമ്മൾ കടത്തി വിട്ട റേയും ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ 3 പോയിൻറ്റ്സ് മനസ്സിലായില്ലേ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. നമ്മൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള പ്രിസത്തിൻ്റെ ആംഗിൾ ഓഫ് ഡീവിയേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പി നിന്ന് ക്യൂവിലേക്ക് ഒരു റേ കടത്തി വിട്ടു. അത് ബെൻഡ് ചെയ്തുകൊണ്ട് QR എന്ന് ബെൻഡ് ചെയ്തു, അവിടെ നിന്ന് ലൈറ്റ് പോയി. ദ ആംഗിൾ ബിറ്റ്വീൻ എമർജൻറ്റ് റേ എന്ന് പറഞ്ഞാൽ അതാണ് RS, Rഉം Sഉം ആണ് എമർജൻറ്റ് റേ. ആൻഡ് ഇൻസിഡൻറ്റ് റേ പറഞ്ഞാൽ ഏതാണ്, PQ ആണ് ഇൻസിഡൻറ്റ് റേ. അവ രണ്ടും ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ D കണ്ടില്ലേ ഇവിടെ മേലെ, ആംഗിൾ D. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ D എന്താണ്, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഈ പ്രിസത്തിൽ ഉണ്ടാവുന്ന ലൈറ്റ്സിൻ്റെ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. The minimum value of the angle of deviation is called angle of minimum deviation. എന്താണ്, മിനിമം ആംഗിൾ ഓഫ് ഡീവിയേഷനെയാണ് നമ്മൾ എന്ത് പറയുക, മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് ദി പ്രിസം ആൻഡ് വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് യൂസ്ഡ്. നമ്മൾ യൂസ് ചെയ്ത ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെയും അതുപോലെ തന്നെ മെറ്റീരിയലിനെയും അത് ഡിപ്പെൻഡ് ചെയ്യും. നമുക്കിതവിടെ ഒരു പ്രിസത്തിൻ്റെ ഇക്വേഷൻ നോക്കാം. പ്രിസത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ sin I ബൈ sin R ആണ്. 2 ആംഗിൾ ഉണ്ട്, sin I ബൈ sin R. I എന്ന് പറഞ്ഞാൽ A+, ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സൂചിപ്പിക്കും. അപ്പോൾ A+Δ/2 പിന്നെ sin A/2. ഇതാണ് പ്രിസത്തിൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് ആംഗുലർ ഡിസ്പേർഷൻ ആൻഡ് ഡിസ്പേഴ്സീവ് പവർ. Ratio of the angular dispersion to the mean deviation taken as the dispersive power omega of the prism. എന്താണ്, ആംഗുലാർ ഡിസ്പേർഷൻ്റെയും മീൻ ഡീവിയേഷൻ്റെയും റേഷ്യോ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്പേഴ്സീവ് പവർ എന്ന് പറയുന്നത്. അതായത് ഒമേഗ എന്ന ലെറ്റർ കൊണ്ടാണ് അത് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഒമേഗൻ്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ വി മൈനസ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ വൈ. ഫൈനലി ഇത് മ്യൂ വി മൈനസ് 1 പിന്നെ ആംഗിൾ എ മൈനസ് മ്യൂ ആർ മൈനസ് 1 ആംഗിൾ എ മ്യൂ വി മൈനസ് 1 ആംഗിൾ എ. അപ്പോൾ നമുക്ക് ആംഗിൾ എ അതിൽ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? കട്ട് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? മ്യൂ വി മൈനസ് മ്യൂ ആർ ബൈ മ്യൂ വൈ മൈനസ് 1. മ്യൂ വി മൈനസ് മ്യൂ ആർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ മ്യൂ ആണ്. ഡെൽറ്റ മ്യൂ മൈനസ് 1. നമുക്ക് പഠിക്കാനുള്ളത് റെയിൻബോ ഫോർമേഷൻ. Dispersion of sunlight through suspended water drops in air produces a spectacular effect in nature in the formation of rainbow on rainy day. With the sun at out back, we can see a bright and another fainter rainbow. എന്താണ് പറയുന്നത്? നമ്മൾ മഴ പെയ്യുമ്പോൾ സൺലൈറ്റ് എന്താണ്? മഴത്തുള്ളികളിലൂടെ സൺലൈറ്റിനുണ്ടാകുന്ന ഡിസ്പേർഷൻ മൂലമാണ് എന്ത് ഉണ്ടാവുന്നത്? റെയിൻബോ ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ബ്രൈറ്ററായിട്ടും സൺലൈറ്റിനനുസരിച്ച് ബ്രൈറ്റും ഡാർക്കൊക്കെ ആയിട്ടുള്ള റെയിൻബോസ് നമുക്ക് കാണാൻ സാധിക്കും. The primary rainbow is formed by 2 refractions and a single internal refraction of sunlight in water drop. എന്താണ് പ്രൈമറി ഒരു റെയിൻബോ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 റിഫ്രാക്ഷനും ഒരു സിംഗിൾ ഇൻറ്റേർണൽ റിഫ്രാക്ഷനും ഓഫ് സൺലൈറ്റ് മൂലമാണ് ഒരു വാട്ടർ ഡ്രോപ്പിൽ ഉണ്ടാകുന്ന 2 റിഫ്രാക്ഷൻസും പിന്നെ ഒരു സിംഗിൾ ഇൻറ്റേർണൽ റിഫ്രാക്ഷനും മൂലമാണ് റെയിൻബോസ് ഫോം ചെയ്യുന്നത്, പ്രൈമറി റെയിൻബോ ഫോം ചെയ്യുന്നത്. സെക്കൻഡറി റെയിൻബോ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 റിഫ്രാക്ഷൻസ് ആൻഡ് 2 ഇൻറ്റേർണൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഓൺ ദി വാട്ടർ ഡ്രോപ്സ്. കേട്ടോ, ഇതാണ് റെയിൻബോൻ്റെ ഫോർമേഷൻ കാണിക്കുന്നത്. ഇപ്പോൾ വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ വരുമ്പോൾ സൺലൈറ്റ് അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഒബ്സർവർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഗ്രൗണ്ട്. നമ്മളിങ്ങനെ നോക്കുന്നതിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ 40 ഡിഗ്രിയിൽ നോക്കുമ്പോൾ വയലറ്റ് കളറും 42 ഡിഗ്രിയിൽ നോക്കുമ്പോൾ റെഡും 52 ഡിഗ്രിയിൽ നോക്കുമ്പോൾ വീണ്ടും വയലറ്റ്, 55 ഡിഗ്രിയിൽ നോക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. ഓരോ ഇതിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ കളറ്. അപ്പോൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് പ്രൈമറി റെയിൻബോയും പിന്നീട് കൊടുത്തിട്ടുള്ളത് സെക്കൻഡറി റെയിൻബോയും ആണ്. അത് നിങ്ങൾക്ക് ഈ ഫിഗർ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്താൽ കറക്റ്റായിട്ട് മനസ്സിലാകും. ഇതാണ് റെയിൻബോൻ്റെ ഫോർമേഷൻ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന, നമ്മുടെ ഭൂമിയിൽ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ലൈറ്റിൻ്റെ സ്കാറ്ററിങ്ങിനെ കുറിച്ചാണ് നമുക്കിനി പഠിക്കുന്നത്. അപ്പോൾ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, ദിസ് ഫിനോമിനോൺ ഇൻവോൾവ്സ് ഇൻട്രാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്റർ. എന്താണ് ഈ ഫിനോമിന എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? ഇൻട്രാക്ഷൻ ഓഫ് റേഡിയേഷൻ വിത്ത് മാറ്ററുമായിട്ടുള്ള റേഡിയേഷൻസിൻ്റെ ഇൻട്രാക്ഷനും കൂടി ഈ ഫിനോമിനയിൽ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബൾബ് എൻക്ലോഷർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സ്ലിറ്റും അതിലൊരു വൈറ്റ് ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. നമ്മളെന്താണ് മിൽക്ക് മിക്സ്ഡ് വാട്ടർ ഒരു ഗ്ലാസ് ജാറിലൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു വൈറ്റ് ലൈറ്റ് കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ മിൽക്ക് പാർട്ടിക്കിൾസിലൂടെ ആ ലൈറ്റ് ട്രാവൽ ചെയ്ത് നമ്മൾ നോക്കുന്ന ടൈമിൽ അവിടെ സ്കാറ്ററിട്ട് ബ്ലൂ കളർ ലൈറ്റാണ് നമുക്ക് കാണാൻ കഴിയുക. അത് സ്കാറ്റർ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ഒരു വൈറ്റ് ലൈറ്റ് അതിലൂടെ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈറ്റിന് എന്ത് ചെയ്യും? ഒരു സ്കാറ്ററിങ് സംഭവിക്കും. ആ സ്കാറ്ററിങ് വഴി
നമുക്ക് എന്ത് ചെയ്യുക, ഒരു ബ്ലൂ കളർ ലൈറ്റാണ് വിസിബിൾ ആവുക. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദ ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഗിവൺ ബൈ റെയ്ലൈറ്റ്സ് ലോ ഓഫ് സ്കാറ്ററിങ്. എന്താണ്? സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്കൊരു ലോ ഉണ്ട്. എന്താണ്? റെയ്ലൈറ്റ്സിൻ്റെ ലോ ഓഫ് സ്കാറ്ററിങ് എന്നാണ് നമുക്ക് ആ ലോ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ലോ, ആ ലോ അനുസരിച്ച് എന്താണ്? ദ ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് ഇറ്റ്സ് വേവ് ലെങ്ത്. എന്താണ് ഈ ലോ നമുക്ക് പറഞ്ഞു തരുന്നത്? ഒരു സ്കാറ്റേർഡ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് ഒരു ലൈറ്റ് സ്കാറ്റർ ചെയ്യുമ്പോൾ അതിന് ഡീവിയേഷൻ സംഭവിച്ചാലുള്ള ആ ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്തിന് പ്രൊപ്പോർഷണലാണ്? അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ 4th പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് ഈ ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യാം? ഇൻറ്റൻസിറ്റി ഐ പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1/λ. വേവ് ലെങ്ത് നമ്മൾ എന്താ പറയുക? ലാംഡ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ലാംഡ റേസ് ടു 4. അതാണ് ആ ലോ പറയുന്നത്. എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ദാറ്റ് ലൈറ്റ്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സ്കൈന് ഉണ്ടാവുന്ന ബ്ലൂ കളർ ഓഫ് ദി സ്കൈ. The blue light is scattered almost 6 times more intensely than the red light. എന്താണ്? ആ ലൈറ്റ് ബ്ലൂ സ്കൈ ആവാൻ കാരണം 6 തവണയെങ്കിലും ഇൻറ്റൻസ്ലി ദാൻ റെഡ് ലൈറ്റിനേക്കാൾ 6 തവണ ഇൻറ്റൻസിറ്റി കൂടുതലാണ് എന്തിന്? ബ്ലൂ ലൈറ്റിന്. The scattered light becomes rich in the shorter wavelengths of violet, blue and green colors. One further scattering, the violet light does not reach observer's eye, as the eye is comparatively less sensitive to violet than blue. Another wavelength is its neighborhood. So when we look at the sky far away from the sun, it appears blue. എന്താണ്? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ഒരു കളറാണ് എന്താണ്? വയലറ്റിനും ബ്ലൂവും ഏകദേശം ഒരു സെയിം വേവ് ലെങ്ത് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ വയലറ്റ് കളർ വിസിബിൾ ആവില്ല. ഒരു ബ്ലൂ കളറായിട്ടാണ് നമ്മുടെ കണ്ണിൽ നമുക്ക് വിസിബിൾ ആവുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സ്കൈ ഒരു ബ്ലൂ കളറായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്താണ് അപ്പോൾ ബ്ലൂ കളർ ആവാനുള്ള കാരണം? ദ ബ്ലൂ ലൈറ്റ് ഈസ് സ്കാറ്റേർഡ് ആൾമോസ്റ്റ് 6 times more intensely than the red light. The scattered light becomes rich in the shorter wavelengths of violet, but blue and green colors. One further scattering, the violet light does not reach observers' eyes, as the eye is comparatively less sensitive to violet than blue. And other wavelength is its neighborhood. So when we look at the sky far away from the sun, it appears blue. അപ്പോൾ ഇതാണ് എന്ത്? ലൈറ്റിന് ബ്ലൂ കളറുള്ള സ്കൈക്ക് ബ്ലൂ കളർ വരാനുള്ള കാരണം. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ക്ലൗഡ്സിൻ്റെ വൈറ്റ് കളർ ഓഫ് ക്ലൗഡ്സിന് എന്തുകൊണ്ടാണ് വൈറ്റ് കളർ വരുന്നത് എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ദ കളേഴ്സ് ആർ ഫോംഡ് ബൈ ദി അസംബ്ലി ഓഫ് സ്മാൾ വാട്ടർ ഡ്രോപ്സ് whose size become more than the average wavelength of the visible light. എന്താണ്? ക്ലൗഡ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? അതെ, ക്ലൗഡ്സ് സ്മാൾ വാട്ടർ ഡ്രോപ്സ്
വിസിബിൾ ലൈറ്റ്, അതായത് വൈറ്റ് ലൈറ്റിൻ്റെയും വിസിബിൾ ലൈറ്റിനേക്കാൾ വേവ് ലെങ്ത്ത് ഒരു ആവറേജ് വേവ് ലെങ്ത്തിലുള്ള അത്രയും ചെറിയ വാട്ടർ ഡ്രോപ്സ് ആയിട്ടാണ്, സ്മോൾ വാട്ടർ ഡ്രോപ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടിച്ചേർന്നാണ് ഒരു ക്ലൗഡ് ഫോം ചെയ്യുന്നത്, അതായത് ഒരു മേഘം ഫോം ചെയ്യുന്നത്. ദീസ് ഡ്രോപ്ലെറ്റ്സ് സ്കാറ്റർ ആൾ ദ വേവ് ലെങ്ത്സ് വിത്ത് സ്മോൾ ഈക്വൽ ഇൻറ്റൻസിറ്റി. അപ്പോൾ ഈ സ്കാറ്റേർഡ് വേവ് ലെങ്ത്സ് എന്ത് ചെയ്യും, ഒരു ആൾമോസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള ഇൻറ്റൻസിറ്റിയിലാണ് അത് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഫോം ചെയ്യുന്ന ലൈറ്റ് നമുക്ക് എന്താവും, ഒരു വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ് നമുക്ക് അതിൽ നിന്ന് സ്കാറ്റർ ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലൗഡൊക്കെ വൈറ്റ് കളറിൽ കാണുന്നത്. എന്താണ് ക്ലൗഡ്സിൻ്റെ വൈറ്റ് കളറിന് കാരണം? ക്ലൗഡ്സ് എല്ലാം സ്മോൾ സൈസ് ഓഫ് വാട്ടർ ഡ്രോപ്സ് നിർമ്മിതമാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് അതിലുള്ള ഇൻറ്റൻസിറ്റി വളരെ ആൾമോസ്റ്റ് സെയിം ഇൻറ്റൻസിറ്റി ആയിരിക്കും അതിലുള്ള എല്ലാ വേവ് ലെങ്ത്സിനും. ഡ്രോപ്ലെറ്റ്സിൻ്റെ എല്ലാ വേവ് ലെങ്ത്തിനും ആൾമോസ്റ്റ് സെയിം ഇൻറ്റൻസിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു വൈറ്റ് കളേർഡ് ആയിട്ടാണ് അത് കാണുന്നത്. സോ എ തിൻ ലെയർ ഓഫ് ക്ലൗഡ്സ് അപ്പിയേഴ്സ് വൈറ്റ്. ഒരു വൈറ്റ് കളറിൽ നമുക്ക് ക്ലൗഡ് കാണാൻ സാധിക്കും. എന്താണ്? The clouds are formed by the assembly of small water drops whose size become more than the average wavelength of the visible light. These droplets scatter all the wavelengths with almost equal intensity. The resultant scattered light is therefore white, so a thin layer of clouds appears white. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് റെഡ് കളർ ഓഫ് ദി സൺ അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. എന്താണ്? സൺറൈസിൻ്റെ സമയത്തും സൺസെറ്റിൻ്റെ സമയത്തും എന്തായിരിക്കും? സ്കൈ ഒരു റെഡിഷ് കളറായിരിക്കും. സണ്ണ് ഒരു റെഡ് കളറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. സൺറൈസിൻ്റെ സമയത്താണെങ്കിലും സൺസെറ്റിൻ്റെ സമയത്തായാലും റെഡായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെ ആകാശവും ഒരു റെഡിഷ് കളറായിരിക്കും. സൺ അറ്റ് നൂണ്, ഇവിടെ നമുക്കൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആദ്യം സൺ അറ്റ് സൺസെറ്റ്. സൺസെറ്റിൻ്റെ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ എർത്തുണ്ട്, അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ് ഉണ്ട്, ഒബ്സർവർ എർത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബ്ലൂ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും മോസ്റ്റ് ആയിട്ടും കാണുന്നത്. ആ ടൈമിൽ സ്കൈ എന്തായിരിക്കും? ഒരു ബ്ലൂ കളറായിരിക്കും. അപ്പോൾ നമുക്ക് സൺ നല്ല റെഡിഷ് കളറായിട്ട് കാണാം. സൺ അറ്റ് നൂണാണെങ്കിലോ സ്കൈ ഒരു വൈറ്റ് കളറായിരിക്കും, ബ്ലൂയിഷ് കളർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? ന്യൂണിലുള്ള സണ്ണിൻ്റെയും പൊസിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ് വെൻ ദ സൺ ഈസ് നിയർ ദ ഹൊറിസോൺ എന്തായിരിക്കും? മോർണിംഗും ഈവനിങ്ങും എന്തായിരിക്കും? സണ്ണ് ഒരു ഹൊറിസോണിൻ്റെ ഓൾമോസ്റ്റ് അടുത്തായിട്ടായിരിക്കും നിൽക്കുന്നത്. ലൈറ്റ് ഹാസ് ട്രാവൽ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ത്രൂ ദി അറ്റ്മോസ്ഫിയർ. ലൈറ്റ് എന്ത് ചെയ്യും? ഗ്രേറ്റർ ഡിസ്റ്റൻസ് അറ്റ്മോസ്ഫിയറിൽ നല്ല ഡിസ്റ്റൻസിൽ ആ ടൈമിൽ എന്ത് ചെയ്യും? ട്രാവൽ ചെയ്യും. The violet and blue wavelengths are scattered by dust particles and air molecules are angle of about 9,000. The sunlight thus becomes devoid of shorter wavelengths and the longer wavelengths of red color reaches the observer, so sun appears to as red. സൺ എന്താവും? റെഡ് കളറിലാവും. എന്താ പറയുന്നത്? മോർണിംഗ് ഈവനിങ്ങും സൺ എന്താണ്? ഹൊറിസോണിന് ആൾമോസ്റ്റ് അടുത്തായിട്ടാവും വരിക. അതുകൊണ്ട് തന്നെ
ലൈറ്റ് നല്ല ഗ്രേറ്റർ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യും. അറ്റ്മോസ്ഫിയറിലൂടെ ലൈറ്റ് കൂടുതൽ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യും, കൂടുതൽ ദൂരത്തിൽ സഞ്ചരിക്കും. ദ വയലറ്റ് ആൻഡ് ബ്ലൂ ലെങ്ത് ആർ സ്കാറ്റേർഡ് ഡസ്റ്റ് പാർട്ടിക്കിൾ ആൻഡ് എയർ മോളിക്യൂൾസ് ആൻഡ് ആൻ ആംഗിൾ ഓഫ് 9000 എബൌട്ട്. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ വയലറ്റ് ലൈറ്റും ബ്ലൂ ലൈറ്റും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഡസ്റ്റ് പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിലുള്ള പൊടിപടലങ്ങളിലൂടെ മൂവ് ചെയ്യും, സ്കാറ്റർ ചെയ്ത് പോകും. അപ്പോൾ ലൈറ്റ് ദസ് ബിക്കംസ് ഡിവോയ്ഡ് ഷോർട്ടർ വേവ് ലെങ്ത് ആൻഡ് ദ ലോങ്ങർ വേവ് ലെങ്ത് ഓഫ് റെഡ് കളർ റീച്ചസ്. അപ്പോൾ വയലറ്റും ഇതൊക്കെ എന്താണ്, കുറഞ്ഞ വേവ് ലെങ്ത് ഉള്ള ഈ വയലറ്റും ബ്ലൂ ഒക്കെ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസുമായിട്ട് പോകും, സ്കാറ്റർ ചെയ്ത് പോകും. അപ്പോൾ ലാർജർ വേവ് ലെങ്ത്, ഏറ്റവും വേവ് ലെങ്ത് കൂടിയ റെഡ് കളർ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് വിസിബിളായിട്ട് കാണും. അതാണ് മോർണിംഗിലും ഈവനിങ്ങിലും എന്താണ്, സൺസെറ്റിൻ്റെയും സൺറൈസിൻ്റെയും ടൈമിൽ സ്കൈ ഒരു റെഡ് കളറായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ഈ മൊഡ്യൂളിലെ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിലെ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, റാമൻ എഫക്റ്റ്. എന്താണ് റാമൻ എഫക്റ്റ്? റാമൻ എഫക്റ്റ് എന്താണ് പറയുന്നത്? When light radiation undergoes scattering from a transparent substance, then the frequency of the scattered radiation may be greater or less than the frequency of the incident radiation. This phenomenon is known as a Raman effect. എന്താണ് ഈ എഫക്റ്റ് പറയുന്നത്? ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ്, അതായത് ഗ്ലാസ് പോലെയുള്ള ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് അല്ലെങ്കിൽ പ്യുവർ വാട്ടർ, എയർ, അതൊക്കെ എന്താണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. സോളിഡോ ലിക്വിഡോ ഗ്യാസോ ഏതുവാണെങ്കിലും നമുക്ക് എടുക്കാം, ഏത് തരത്തിലുള്ള സബ്സ്റ്റൻസും എടുക്കാം. ബട്ട് എന്താണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കണം. അങ്ങനെയുള്ള സബ്സ്റ്റൻസിലൂടെ റേഡിയേഷൻ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യാണ്, സ്കാറ്ററിങ് ചെയ്യാണ്. അതിലൂടെ പോകുമ്പോൾ റേഡിയേഷൻ ഓഫ് ലൈറ്റ് സ്കാറ്ററിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്കാറ്റർ ചെയ്ത ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കും, ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാൾ കൂടുതലോ കുറവായിരിക്കും. അങ്ങനെയുള്ള ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുക, റാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആയിരിക്കും ഫ്രീക്വൻസി കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻസിഡൻറ്റ് റേഡിയേഷനേക്കാൾ കുറവായിരിക്കും റേഡിയേഷൻ വരുന്നത്. ഈ ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുക, റാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക്ക്. ഇതൊരു തിയറി ചാപ്റ്ററാണ്. ലൈറ്റിൻ്റെ സ്കാറ്ററിങ്ങും ഡിസ്പേർഷനും ഒക്കെ പറയുന്ന ഒരു തിയറി വൈസ് ചാപ്റ്ററാണിത്. ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഈസി ആയിട്ട് പഠിക്കാം. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന് ഒന്നുകൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് പഠിച്ചു, ലൈറ്റിൻ്റെ ഡിസ്പേർഷനെ കുറിച്ച് പഠിച്ചു. എന്താണ് ലൈറ്റിൻ്റെ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ, സ്പ്ലിറ്റിംഗ് ഓഫ് ലൈറ്റ്. അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്വൻ്റ് പല പല കളേഴ്സ് ആയിട്ടുള്ള ഒരു ലൈറ്റിന് സംഭവിക്കുന്ന സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ലൈറ്റിൻ്റെ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ സ്പീഡും വേവ് ലെങ്ത്തും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡോ അല്ലെങ്കിൽ വേവ് ലെങ്ത്തോ മാറാൻ ചാൻസ് ഉണ്ട്.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ ഉണ്ടാകുന്ന വേരിയേഷനെയാണ് നമ്മൾ എന്ത് പഠിച്ചത്? ഡിസ്പേർഷൻ എന്ന് പഠിച്ചത്. പിന്നെ നമ്മൾ ഡിസ്പേഴ്സീവ് മീഡിയം, നോൺ ഡിസ്പേഴ്സീവ് മീഡിയവും പഠിച്ചു. എന്താണ് ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് പറഞ്ഞാൽ? നമ്മൾ ലൈറ്റ് വേവ്സിൻ്റെ കോമ്പണൻസ് ട്രാവൽ ചെയ്യുമ്പോൾ സ്പീഡ് ഡിഫറൻ്റ് ആയിട്ട് കാണിക്കുന്ന മീഡിയത്തെയാണ് നമ്മൾ ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് പറഞ്ഞത്. എന്നാൽ നോൺ ഡിസ്പേഴ്സീവ് മീഡിയം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ സ്പീഡ് ഒരു ചേഞ്ചും വരത്തില്ല. അങ്ങനെയുള്ള മീഡിയമാണ് നോൺ ഡിസ്പേഴ്സീവ് മീഡിയം പറഞ്ഞത്. നമ്മൾ പ്രിസത്തിലൂടെയുള്ള ഡിസ്പേർഷൻ പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ആംഗിൾ ഓഫ് ഡീവിയേഷനുള്ള ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ? സൈൻ ഐ ബൈ സൈൻ ആർ ആയിരുന്നു. സൈൻ ആർ നമ്മൾ എന്താ കൊടുത്തത്? സൈൻ എ പ്ലസ് ഡെൽറ്റ ബൈ 2 സൈൻ എ ബൈ ബൈ 2 ആണ് നമ്മൾ എന്ത് പഠിച്ചത്? പ്രിസത്തിൻ്റെ ആംഗിൾ ഓഫ് ഡീവിയേഷൻ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചത്. അടുത്ത ആംഗുലർ ഡിസ്പേർഷൻ ആൻഡ് ഡിസ്പേഴ്സീവ് പവർ എന്താ പഠിച്ചു? അതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. പിന്നെ റെയിൻബോ ഫോർമേഷൻ, എങ്ങനെയാണ് ഒരു റെയിൻബോ ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചു. പ്രൈമറി റെയിൻബോയും സെക്കൻഡറി റെയിൻബോയും പഠിച്ചു. ഇവിടെ ഒരു ഫിഗറിൽ നമ്മൾ അത് പ്രൈമറി റെയിൻബോയുടെയും സെക്കൻഡറി റെയിൻബോയും എങ്ങനെയാണ് നമുക്ക് വിസിബിൾ ആവണതെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ലൈറ്റിൻ്റെ സ്കാറ്ററിങ്, അതായത് ഈ ചാപ്റ്ററിൽ സെക്കൻഡ് ടോപ്പിക് ആയിട്ടുള്ള സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ് ഇന്ന് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പഠിച്ചത്. സ്കാറ്ററിങ് ഓഫ് ലൈറ്റിൽ നമ്മൾ എന്ത് പഠിച്ചു? ബ്ലൂ കളർ ഓഫ് ദി സ്കൈ, അതുപോലെ തന്നെ റെഡ് കളർ ഓഫ് സൺസെറ്റ് ആൻഡ് സൺറൈസ്, അതുപോലെ തന്നെ വൈറ്റ് കളർ ഓഫ് ദി ക്ലൗഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ലാസ്റ്റ്ലി നമ്മൾ എന്ത് പഠിച്ചു? റാമൻ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കൂടി പഠിച്ചു. സോ ഇതാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ ഒരൊറ്റ ചാപ്റ്ററും കൂടി ഉണ്ട്, 22th ചാപ്റ്ററാണ്. ആ ചാപ്റ്ററും കൂടി കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.